പല്ലവി ചേച്ചിക്ക് പുറകെ മിച്ചറും പക്കവടയും ചിപ്സുമായി ഞാനും വിട്ടു. ചെറിയൊരു ചാറ്റൽ മഴയുണ്ടായിരുന്നു പുറത്ത്. പെട്ടെന്നാണ് ആദ്യമായിട്ട് എൻ്റെ ബൈക്ക് നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് പാഞ്ഞു വന്നത്. ഇവനിതെന്താ ഇപ്പം ഇങ്ങോട്ട് ബൈക്കും കൊണ്ട് വരുന്നത്, അതും മഴയത്ത്? ഞാൻ ഓർത്തുകൊണ്ട് ചുമലിൽ ചാരി നിന്നു. പല്ലവി ചേച്ചി എല്ലാവർക്കും ചായ കൊടുക്കുന്ന തിരക്കിലാണ്. എന്തോ അന്ന് ആദ്യമായി എനിക്ക് ആദ്യേട്ടനോട് സഹതാപം തോന്നി. പല്ലവി ചേച്ചിക്ക് ആലോചന വന്ന ഇവർ അറിഞ്ഞു വന്നതാവും ആദ്യേട്ടനെന്ന് എനിക്ക് തോന്നി. ഒരു ദീർഘനിശ്വാസത്തോടെ എൻ്റെ അടുത്തായി വന്ന് ചുമരും ചാരി നിന്നു ആദ്യേട്ടൻ. ഞാൻ നോക്കിയൊന്ന് പുഞ്ചിരിച്ചതും ആദ്യേട്ടനൊരു പുരികമുയർത്തി എന്നെ നോക്കി. ദാടി വിളിക്കുന്നേ? കൊച്ചു മുതലാളിക്ക് വിഷമമുണ്ടോ? മാനസമൈനെ പാടണോ? പാടും, നിന്റെ അപ്പൻ അയ്യപ്പൻ. അത് കേട്ടെൻ്റെ ആവേശം കെട്ടടങ്ങി. ഹോ, വേണ്ടായിരുന്നു, വെറുതെ പിതാജിയെ വിളിപ്പിച്ചു. എന്നാലും ഞാൻ കൊടുത്തില്ല. വട്ടച്ചോറി എനിക്ക് ജന്മനാ കിട്ടിയതാ. ഓ, അഹങ്കാരത്തിനൊരു കുറവില്ലല്ലോ. സാധാരണ തേച്ചകാമിയുടെ കല്യാണത്തിന് പോയ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊരു നാണമില്ലാതെ പെണ്ണുകാണൽ ചടങ്ങ് മുതൽ കൂടെ കട്ടക്ക് നിൽക്കുന്ന കാമുകൻ. നിനക്കൊരു വിഷമമില്ല ആദി? നിങ്ങൾ തമ്മിലൊരു ഡിങ്കോളിഫിക്കേഷൻ മണത്തിരുന്നല്ലോ. കരയണോ? കരഞ്ഞു പോരട്ടെ. നീ വേണമല്ലേ ആ കൊമ്പ് ഞാനിങ്ങ് ഒടിച്ചെടുക്കും. നീ പറയാൻ അതിന് അവിടെ ചെക്കൻ വന്നില്ലല്ലോ. ആദ്യം അവൻ വരട്ടെ. ഞാനെനിക്ക് ജോലി കിട്ടി പറയാൻ വന്നാ. എന്ത് ജോലി? ഞാൻ കണ്ണു വീഴിച്ചു. ഒന്നിരുത്തി മൂളി പുരികമുയർത്തി മീശ പിരിച്ചുകൊണ്ട് ആദ്യേട്ടൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരുമ്പോൾ ഞാൻ അന്തം വിട്ട ആ നെഞ്ചിൽ കൈ ചേർത്ത് തടഞ്ഞു. ശരിക്കും കിട്ടിയോ? ആ, കിട്ടിയടി. കഠിനമായ ട്രെയിനിങ് കഴിഞ്ഞ് ബുള്ളറ്റ് ഓടിച്ച് പോലീസ് യൂണിഫോമിൽ ചേട്ടനൊരു വരും. തടിച്ച് ഇവിടെ തന്നെ കാണണം. അവൻ്റെ ആ പറച്ചിലേട്ട് എനിക്ക് വല്ലാണ്ട് ചിരി വന്നു. ഞാൻ വായ പൊത്തി ചിരി അടക്കുമ്പോൾ ആദ്യേട്ടനും ചിരിച്ചു പോയി. ഹാളിലെ പെട്ടെന്നുണ്ടായ നിശബ്ദതയിൽ ഞങ്ങൾ ഒരു വേള അമ്പരം നോക്കുമ്പോൾ കണ്ടു എല്ലാവരും ഒരു ചിരിയോടെ നോക്കുന്നു. ഈ തിരക്കിനിടയിലും അത് വകവയ്ക്കാതെ ഓരോന്ന് പറഞ്ഞിരിക്കുന്ന ഞങ്ങളെയാണ്. ഞാനൊന്ന് ചമ്മി. ആദ്യേട്ടൻ അപ്പോഴും അങ്ങനെ തന്നെ കട്ടക്കെല്ലാവരെയും നോക്കി നിന്നു. അയ്യപ്പൻ്റെ ഇളയ മോളാണോ ഇത്? എന്താ മോളുടെ പേര്? പല്ലവിയുടെ ഭാവി അമ്മായിയമ്മയാണത് ചോദിച്ച്. പഞ്ചമി, ഞാൻ പറഞ്ഞു. പൊന്നിന്നാ ഞങ്ങൾ വിളിക്കുന്നത്. BSc നഴ്സിങ്ങിന് പഠിക്കുക, ഈ കൊല്ലം കഴിയും. അമ്മയാണത് പറഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞതിന് ഇവിടെ പ്രസക്തി ഇല്ലല്ലോ. ആണോ? വിഷ്ണുമോന് ഞങ്ങൾ കുറേ നേഴ്സ് പെൺപിള്ളേരെ നോക്കിയതാ. അവനും അതാ ഇഷ്ടം. അതാകുമ്പോൾ UK തന്നെ രണ്ടാക്കും ജീവിക്കാനുള്ള വക അവർ തന്നെ കണ്ടെത്തുമല്ലോ. കല്യാണം കഴിഞ്ഞാലും പെണ്ണിനും ചെക്കനും ജോലി ഉണ്ടെങ്കിൽ അതാ നല്ലത്. നല്ല മഹാലക്ഷ്മി മാതിരിയുണ്ട് മോളെ കാണാൻ. പൊന്നി എന്ന പേര് ആരോ അറിഞ്ഞിട്ട പോലെയുണ്ട്. പിന്നെ ഇത്തിരി തടിച്ചിട്ടാണെന്നല്ലേ ഉള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് ഈ തടിയൊന്നും വലിയ പ്രശ്നമല്ലേ. നീ മോളെ ഇപ്പം അയക്കുന്നുണ്ടോ? ആ പറച്ചിൽ എനിക്കൊരു അസംബന്ധം മണത്തു. അമ്മയുടെയും അച്ഛൻ്റെയും മുഖത്ത് മഞ്ഞ 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 ബൾബുകൾ മിന്നി 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 കത്തുമ്പോൾ ഞാൻ നോക്കിയത് കാറ്റ് പോയി നിൽക്കുന്ന എൻ്റെ ചേച്ചി പല്ലവിയാണ്. പെട്ടെന്ന് ഞാൻ ആദ്യേട്ടനെ നോക്കി. ഇവനിത് എവിടെ പോയി? ഓ, കാമതയം പോലീസ്. അപ്പുറത്ത് മാറിന്ന് തുള്ളിച്ചാടുകയായിരിക്കും. UK തള്ള പല്ലവിയിട്ട് എൻ്റെ തോളിൽ തൂങ്ങിയ മട്ടാണ്. ഞാൻ പ്രവചിച്ച പോലെ കാര്യങ്ങൾ നടന്നു. അവരുടെ ഇളയ മകൻ വിഷ്ണുവിന് വേണ്ടി എന്നെ അവർ ചോദിച്ചു. അച്ഛനും അമ്മയ്ക്കും 1000 വട്ടം സമ്മതം. ആദ്യേട്ടൻ്റെ അമ്മയ്ക്ക് പടക്കം പൊട്ടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. രാത്രി ആയതും ആ പടക്കം ഞാൻ കയറിങ്ങ് പൊട്ടിച്ചു. എനിക്കിപ്പോൾ കല്യാണം വേണ്ട, എനിക്ക് UK പോകണ്ട, ഞാൻ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ജോലിക്ക് പോയിക്കോളാം അമ്മേ. എൻ്റെ രോദനം. അവിടുത്തെ ഡോക്ടറുടെ ഭാര്യ 3 പെറ്റുന്നാ കേട്ട്. നിനക്ക് അവിടെ ഇനി ജോലിക്ക് പോകണടി പൊന്നെ. അമ്മയുടെ താളമിടൽ അല്പ ഉച്ചത്തിലായതും ഞാൻ വായടച്ചു. അയ്യപ്പനെങ്ങാനും കേട്ടുകൊണ്ട് കയറി വന്ന പുതിയ അമ്പലം പണി തന്നെ അവിടെ പ്രതിഷ്ഠിക്കും. ഞാനൊരു ചൂണ്ട കൂടി ഇട്ട് നോക്കി. ചിലപ്പോൾ അതിൽ അമ്മ കുത്തിയാലോ. അമ്മ പാവം പല്ലവി ചേച്ചി, അവൾ ഒരുപാട് സ്വപ്നം കണ്ട് കാണില്ലേ? അവളുടെ UK എന്ന ആ സ്വപ്നം. ഞാൻ കാരണം. വേണ്ട അമ്മേ, വേണ്ട. ആ പാപം എന്നെ കൊണ്ട് താങ്ങാൻ കഴിയില്ല. ഞാൻ നെറ്റിയിൽ കൈമുട്ടിച്ച് തേങ്ങ നിർത്തിടി. അവൾ വലിയൊരു സാഹിത്യകാരി. ഒറ്റ ദിവസം കൊണ്ട് പല്ലവി എന്ത് സ്വപ്നം കണ്ടു എന്നാ നീ പറയണേ? നിന്നെ ഈ മുടിഞ്ഞ തടികാരൻ ഞാനും നിന്റെ അച്ഛനൊക്കെ നിന്നോർത്ത് ദുഃഖിക്കാത്ത ദിവസങ്ങളില്ല. അറിയോ നിനക്ക്? 10-20 പേർക്കെങ്കിലും ചായ കൊടുക്കാൻ നിനക്കൊരു കല്യാണം ഉണ്ടാകുമെന്ന് ഞങ്ങളൊരു പ്രതീക്ഷയില്ലായിരുന്നു. നിന്റെ ഈ തൊലിവെളുപ്പ് മാത്രം കണ്ടിട്ട് ആരും വരാൻ പോണില്ല. തടി കുറച്ചാലേക്ക് ഇട്ട് നടക്കും. അങ്ങനെ ഓർത്തിരിക്കുമ്പോഴാ നേരെ ഇരുട്ടി വെളുത്ത പോലെ ഒരു ബന്ധം വന്ന്. അതും അങ്ങ് UK എന്നൊരു ഡോക്ടർ. ആ ചെക്കൻ്റെ ഫോട്ടോ ഒന്ന് കാണണം. കണ്ണെടുക്കാൻ തോന്നില്ല, അത്രയ്ക്ക് സുന്ദരൻ. നീ എന്താ വിചാരിച്ച്? നിന്റെ തൊലിവെളുപ്പ് കണ്ടിട്ടാണ് അവർ കല്യാണത്തിന് സമ്മതിച്ചെന്നാണോ? എങ്കിലേ അല്ല. അടുത്ത കൊല്ലം നീ ഒരു നേഴ്സാവെന്ന് അറിഞ്ഞിട്ടാ അവർ ഈ ബന്ധത്തിന് സമ്മതിച്ച്. പിന്നെ നിന്റെ ചേച്ചി പല്ലവിയുടെ കാര്യത്തിൽ നീ വിഷമിക്കേണ്ട. അവൾക്ക് നമ്മുടെ ആദ്യമുണ്ട്. ട്രെയിനിങ് കഴിഞ്ഞ് വന്നാലേ അവന് സബ് ഇൻസ്പെക്ടറാണ്. അവളുടെ വിദ്യാഭ്യാസത്തിന് അവളൊരു പോലീസുകാരൻ മതി. എന്തായാലും നിന്റെ പഠിത്തം കഴിയുന്നവരെയുള്ള സമയം ഞങ്ങൾ അവരോട് ചോദിച്ചിട്ടുണ്ട്. 1 വർഷം കൊണ്ട് ആ ചെറുക്കനായിട്ട് മിണ്ടിയും പറഞ്ഞ് ലോയും കൂടാൻ നോക്ക്. ഇല്ലേ ചെക്കനാരെങ്കിലും കൊത്തിക്കൊണ്ടുപോകും. പറഞ്ഞേക്കാം. ഇപ്പം എങ്ങനെ ഇരിക്കണം? അമ്മ കഥ തുടങ്ങിയതും ഞാൻ ചെവി പൊത്തി. എന്തോ എനിക്ക് വല്ലാണ്ട് നെഞ്ചുവേദനിച്ചു. അന്ന് ജീവിതത്തിൽ ആദ്യമായി ഞാൻ അത്തായ പഷ്ണി കിടന്നു. വിഷ്ണുവേട്ടൻ 1-2 തവണയ്ക്ക് എന്നെ വിളിച്ചിരുന്നു. ഇടയ്ക്ക് വീഡിയോ കോൾ ചെയ്ത് നേരിട്ട് കണ്ടു. കാണാൻ കൊള്ളാം. ഓ, കാണാൻ എൻ്റെ ആദ്യൻ്റെ അത്രയൊന്നും വരില്ല. എങ്കിലും നിനക്ക് വന്ന ആലോചന, നീ അതും മറക്കരുത്. പല്ലവി ചേച്ചി അത് പറഞ്ഞാണ് സമാധാനിച്ച്.
ആദ്യേട്ടൻ്റെ അത്രയും ഗ്ലാമറിലെങ്കിലും ആൾക്ക് ഓക്കെ ആയിരുന്നു. UK പോകായിരുന്നല്ലോ. ചേച്ചിക്ക് നാണല്ലേ? കുഞ്ഞുനാൾ മുതൽ ആദ്യേട്ടൻ മനസ്സിലിട്ട് നടന്നില്ലേ? എന്നിട്ട് UK നേട്ടപ്പോൾ എന്താ ഒരു ഇളക്കം? എനിക്ക് വേണ്ട, അവന് നീ തന്നെ എടുത്തോ. അതും പറയാൻ പുറത്തേക്ക് ഇറങ്ങിയതും കാണുന്നത് ബാഗുമായി യാത്ര പറഞ്ഞു നിൽക്കുന്ന ആദ്യേട്ടൻ്റെ മുന്നിലേക്കാണ്. ഫിസിക്കൽ ടെസ്റ്റിന് പോവുകയാണ് ആദ്യേട്ടൻ. കുറേ മാസങ്ങൾ കഴിഞ്ഞ് തിരികെ വരാൻ അച്ഛനോട് യാത്ര പറയാൻ വന്നാണ് ആദ്യേട്ടൻ. അവസാനം ആദ്യേട്ടൻ്റെ കൂടെ ഞങ്ങളും യാത്ര പറയാൻ ആദ്യേട്ടൻ്റെ തറവാട്ടിലേക്ക് പോയി. അമ്മായി ഒരേ കരച്ചിലാണ്. ദാമോദരജി സമാധാനിപ്പിക്കുന്നുണ്ട്. പല്ലവി ചേച്ചി ആദ്യമായി ആദ്യേട്ടനെ കെട്ടിപ്പിടിച്ച കാണെ ഞാനും അന്നുവും അമ്മുവും ചുണ്ടുകൂട്ടി ചിരിച്ചു. മാസങ്ങൾ പിന്നെയും കൊഴിഞ്ഞുപോയി. വിഷ്ണുവേട്ടനെ ഇടയ്ക്കൊക്കെ വിളിക്കും. വേറെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ഇവിടുത്തെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. പിന്നെ കാലാവസ്ഥയെക്കുറിച്ച് സംസാരിച്ച് ഫോൺ വയ്ക്കും, അത്ര തന്നെ. അങ്ങനെ ഞാൻ നഴ്സിംഗ് പഠനം ഭംഗിയായി പൂർത്തിയാക്കി. ലോകം അവസാനിക്കാറായ പോലെ എനിക്ക് വലിയൊരു മാറ്റം വന്നു. പഠനവും കല്യാണ ടെൻഷനും UK പോകേണ്ട ചിന്തയൊക്കെ കാരണം ഞാൻ സമയത്ത് ഭക്ഷണം കഴിക്കാൻ മറന്നു. അപ്പോഴത്തെ എൻ്റെ 70 കിലോ തടി ഒരു 40 ചുരുങ്ങി. എന്നെ കാണുന്നവരൊക്കെ പ്രേതത്തെ കണ്ട പോലെ നോക്കാൻ തുടങ്ങി. അച്ഛൻ എന്നെ ആശുപത്രിയിൽ വരെ കൊണ്ടുപോയി. 24 മണിക്കൂറും തടിച്ച് എന്ന് വിളിക്കുന്ന എൻ്റെ അമ്മ അവസാനം റാഗി കുറുക്ക് വരെ ഉണ്ടാക്കി തന്നു തുടങ്ങി. അമ്മായിയാണെങ്കിൽ അടുത്ത വീട്ടിലെ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ അമൃതം പൊടി വരെ എന്നെ കൊണ്ട് തീറ്റിച്ചു. എവിടെ എനിക്കെന്തോ മാറാരോഗമാണെന്ന് കരുതി ഞാൻ വീണ്ടും തിന്നാൻ തുടങ്ങി. പഴയ പോലെ ഇനി പറ്റില്ലെന്ന നഗ്നസത്യം ഞാൻ മനസ്സിലാക്കി. എൻ്റെ റേഷൻ കട്ട് ചെയ്ത് ലാഭിച്ച പൈസ കൊണ്ട് എനിക്ക് പുതിയ ഡ്രസ്സുകൾ വാങ്ങേണ്ടി വന്നു. അപ്പോഴും നഷ്ടം അയ്യപ്പന് തന്നെ. കോളേജിനടുത്തുള്ള മുനിസിപ്പൽ ലൈബ്രറിയിൽ നിന്നെടുത്ത പുസ്തകങ്ങൾ തിരികെ കൊടുക്കാൻ പോയതാണ് ഞാൻ. ഒരുമാതിരി സൈക്കോ പ്രകൃതി, കൂനം കുത്തി പെയ്യുന്ന മഴ, ഒപ്പം മരണം കെട്ട കാറ്റും. എൻ്റെ കുടയുടെ ഭാഗ്യത്തിന് അത് വീട്ടിൽ ഭദ്രമായിട്ടിരുന്നു. ഞാനോ ബസ് സ്റ്റോപ്പിൽ മഴയിൽ നനഞ്ഞ് കുറേ ഫ്രീക്കന്മാരുടെ കൂടെ കോഴിയെ പോലെ നിന്നു. അവന്മാരാണെങ്കിൽ എന്നെ ഇപ്പൊ തിന്നു എന്ന പോലെ ഒരു ലുക്ക്. അപ്പോഴുണ്ട് ദേ ഒരു ബുള്ളറ്റിൽ ആദ്യേട്ടൻ, അതും മഴയിൽ നനഞ്ഞ് പോലീസ് യൂണിഫോമിൽ വന്ന് നിൽക്കുന്നു. ഒരാഴ്ച മുമ്പ് തിരികെ വന്നിരുന്നു. നാട്ടിൽ തന്നെ പോസ്റ്റിംഗ് ആയെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷേ കാണാൻ പറ്റിയിരുന്നില്ല. റോഡിന്റെ മറുവശം ബൈക്ക് വെച്ച ശേഷം മഴയിൽ നനഞ്ഞ് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ആദ്യേട്ടനെ കണ്ടതും ഞാനൊന്ന് ചുറ്റും നോക്കി. ഏയ്, വേറെ പെൺപിള്ളേരൊന്നുമില്ല. ഞാൻ അടുത്തുള്ള ഓടയിലേക്ക് എത്തി നോക്കി. ഇനി ഈ റീൽസിലൊക്കെ കാണും പോലെ വല്ല പട്ടിക്കുട്ടിയെ പൂച്ചക്കുട്ടിയൊക്കെ ഓടയിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകാൻ വരുന്ന മറ്റോ ആണെങ്കിലോ? ഇനി ഈ ഫ്രീക്കന്മാരെ തൂക്കാമെന്നതാവോ? ബുള്ളറ്റിൽ എങ്ങനെ 5 ഫ്രീക്കന്മാർ സെറ്റാവും? ഇനി ആദ്യേട്ടൻ തന്നെയാണോ? അതും സംശയിക്കേണ്ട കാര്യം തന്നെയാണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കി. ആദ്യേട്ടൻ തന്നെ. പെട്ടെന്നാണ് ഒരു മിന്നലടിച്ച്. അത് ആകാശത്തിലല്ല ഗൈസ്, എൻ്റെ വയറ്റില്ല, അതും അടിവയറ്റില്ല. വിശന്നിട്ടല്ലാന്ന് എനിക്ക് മനസ്സിലായി. റോഡ് ക്രോസ് ചെയ്യുന്ന ആദ്യേട്ടനെ ഞാൻ ഒരുമാതിരി ലുക്ക് വിട്ടു. അവൻ്റെ കട്ടിയുള്ള കോലമുടി നനഞ്ഞു കുതിർന്ന് പുറകിലേക്ക് മാടിയൊതുക്കി വെച്ചിട്ടുണ്ട്. നിറയെ പീലികളുള്ള കണ്ണിൽ ഇളം കാപ്പി കൃഷ്ണമണികളും കട്ടിയുള്ള പുരികവും നല്ല കട്ടത്താടിയും മീശയും. പിന്നെ ഇപ്പോൾ പറയണ്ട, SI ഒക്കെ ആയ സ്ഥിതിക്ക് ജിമ്മിലൊക്കെ നിറങ്ങി ഡംബിൾസൊക്കെ ഉരുട്ടി കയ്യിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അതും ആ യൂണിഫോമിൽ. മത്സ്യകന്യകൻ മഴയിൽ നനഞ്ഞു വരുന്ന ഡോൾഫിന്റെ കുട്ടി നോക്കുന്ന പോലെ ഞാൻ നോക്കി നിന്നു. നിനക്ക് കൊടവിടെടി? കട്ടക്കലിപ്പ് ചോദിക്കുമ്പോൾ ലുക്ക് ഫ്രീക്കന്മാരുടെ നേർക്കാണ്. കൊട വീട്ടിലാ. നന്നായി. ബസ് സ്റ്റാൻഡിൽ നിന്ന് അവൾ ഫാഷൻ ഷോ കാണിക്കുക. നീ ബസ്സിൽ എഴുന്നുള്ളൂ, ഓട്ടോയിൽ നിന്നെ കൊള്ളത്തില്ലേ? അല്ലേ, മുഖത്ത് നോക്കി അങ്ങ് ചൂടാകുന്നു. പോലീസൊക്കെ അങ്ങ് സ്റ്റേഷനിൽ. കൊള്ളത്തില്ല. എന്തേ? നിന്നെ ആരെയിങ്ങോട്ട് കെട്ടിയെടുത്തേ? എനിക്ക് ദേഷ്യം വന്നു. നിന്റെ അപ്പൻ അയ്യപ്പൻ നിന്ന് തുള്ളാവന്ന് വണ്ടി കയറി വന്നേ. അതിന് ഒടുക്കത്തെ ദേഷ്യം. ഓഹ്, SIയുടെ അഹങ്കാരം. പണ്ട് നീ എന്നെ തടിച്ചെന്ന് വിളിച്ച് ഞാൻ ചത്താലും മറക്കില്ല കാല. മനസ്സിലോർത്തതേയുള്ളൂ. അപ്പോഴേക്കും കയ്യിൽ പിടിവീണിരുന്നു. റോഡിലൂടെ എന്നെ വലിച്ചെടുത്ത് ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തിയതും എന്നോട് ബൈക്കിൽ കയറാൻ പറഞ്ഞു. മഴയല്ലേ, ഞാൻ ഓട്ടോയിൽ പോവാതി. പിന്നെ ഞാനതിനടി കെട്ടിയെടുത്തേ. നിന്ന് താളം ചവിട്ടാ കയറുവന്നെ. 2 സൈഡും കാലിട്ട് പിടിച്ചിരുന്നു. ആദ്യേട്ടൻ പറഞ്ഞു. അങ്ങനെ തന്നെ ഞാനിരുന്നു. തിരിഞ്ഞ് ബസ് സ്റ്റാൻഡിലേക്ക് നോക്കിയതും കണ്ടു ഫ്രീക്കന്മാർ എന്നെ നോക്കി ചിരിക്കുന്നു. എനിക്ക് നാണം വന്നു. ഞാനൊരു കള്ളച്ചിരിയോടെ ആദ്യേട്ടനെ നോക്കി. ഭാഗ്യം കണ്ടില്ല. കണ്ടു ഗുയിസ്. ബൈക്കിന്റെ മിററിൽ കൂടി എന്നെ നോക്കി അങ്ങ് എല്ലാണ്ടാക്കി. ഇടത് സൈഡിൽ നിന്ന് ഞാൻ എന്നെ വലതുവശത്തേക്ക് പ്രതിഷ്ഠിച്ചു. ചാറ്റൽ മഴയിൽ നനഞ്ഞ് ആദ്യേട്ടന്റെ കൂടെ ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോൾ എന്തോ മനസ്സിലൊരു കൊനിഷ്ഠ ചിന്ത. ഒരിക്കൽ പോലും ആദ്യേട്ടനോട് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എപ്പോഴും തൊട്ടും പിടിച്ചും അടിച്ചും കളിച്ചും വളർന്നവരാണ് ഞങ്ങൾ. പക്ഷേ 3-4 വർഷം അടിപിടിയൊക്കെ ഇല്ലാതെ പിണങ്ങിയിരുന്നിട്ട് ഇണങ്ങിയപ്പോൾ എന്തോ എൻ്റെ ഹൃദയത്തിന് വല്ലാത്തൊരു ഇളക്കം. ഒരാവേശത്തിൽ ഞാൻ അങ്ങയുടെ വയറ്റിൽ കയറി ചുറ്റിപ്പിടിച്ച് മുഖം മുതുകിൽ അമർത്തി വെച്ചു. ആ നിമിഷം തന്നെ ആദ്യേട്ടൻ വണ്ടി സൈഡാക്കി നിർത്തി. ഞാനൊന്ന് ഞെട്ടി. അങ്ങനെ തന്നെ ഇരുന്നുകൊണ്ട് ഞാൻ മുഖം മാത്രം ഉയർത്തി നോക്കി. പിന്നിലേക്ക് ചാഞ്ഞ് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ആദ്യേട്ടൻ എന്നോട് ചോദിച്ചു, എന്താടി തണുക്കുന്നുണ്ടോ? ഇല്ല, വിറച്ചുകൊണ്ട് ഞാൻ പറഞ്ഞൊപ്പിച്ചു. വാ. എവിടെ? ചായ കുടിക്കാം. നോക്കുമ്പോൾ ഒരു തട്ടടയുണ്ട് അവിടെ. നല്ല തിരക്ക്.
കടയിലെ ചേച്ചി എന്നെ വഴിതെറ്റിക്കാൻ ഓരോന്ന് വറുത്തുകോരി ചില്ലുകൂടാരത്തിൽ തട്ടുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് നോക്കാതെ ബൈക്കിൽ നിന്ന് ചാടി ഇറങ്ങാൻ പോയതും ഡീ ഇറങ്ങണ്ട, അവിടെ അങ്ങനെ തന്നെ ഇരുന്നോ, ചായ വാങ്ങി ഞാൻ അങ്ങോട്ട് വരാം. ഞാനൊന്ന് ചുറ്റും നോക്കി. റോഡിലാണ് ബുള്ളറ്റ് ഇരിക്കുന്നത്. ഞാൻ ഒരുമാതിരി ഉത്സവ പറമ്പിൽ അച്ഛൻ്റെ കൂടെ ബലൂൺ വാങ്ങാൻ വന്ന കൊച്ചിനെ പോലെ ബൈക്കിന് മുകളിൽ അപ്പുറം ഇപ്പുറം കാലുമിട്ടിരിക്കുന്നു. വരുന്നവരും പോകുന്നവരും എന്നെ ഭൂതത്തെ കണ്ട പോലെ നോക്കുന്നുണ്ട്. ഞാനെന്താ ഉള്ള കുട്ടിയോ? ഞാൻ ഇറങ്ങാം. മാത്രമല്ല പല പാണ്ടിലോറി കയറി ഞാൻ ചാവും മനുഷ്യ, റോഡിലെ ബൈക്ക്. മുഖവും പെരുക്കി ചിണുങ്ങിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ആ അങ്ങനെയാണെങ്കിലും അങ്ങ് ചാവട്ടെ. അതും പറഞ്ഞ് ആദ്യമായിട്ടും പോയി 2 ചായയും കുറേ പരിപ്പടയും വാങ്ങി വന്നു. ചായ ഞാൻ വാങ്ങിയില്ല, പകരം പരിപ്പട മൊത്തത്തിൽ അങ്ങ് വാങ്ങി എൻ്റെ കയ്യിൽ വെച്ച് ആദ്യമായിട്ടിനെ നോക്കി ബസന്തി സ്റ്റൈലിൽ ഒരു ചിരിയും ബസാക്കി. അവൻ്റെ ചുണ്ടിൽ കുഞ്ഞു ചിരി മിന്നുന്ന ഞാൻ കണ്ടു. ഞാൻ ആർത്തിയോടെ പരിപ്പോടെ കഴിക്കുന്നത് നോക്കി കൈ 2 ഹാൻഡിൽ ക്രോസ് ചെയ്ത് താങ്ങി ആദ്യമായിട്ട് നോക്കി നിന്നു. ഇടയ്ക്കെപ്പോഴോ ചൂട് ചായ ഊതി തണുപ്പിച്ച് എൻ്റെ ചുണ്ടോട് ചേർത്ത് തന്നു. ഞാനത് കുടിച്ചു. അവസാനത്തെ പരിപ്പോടയുടെ കുഞ്ഞു പീസ് എൻ്റെ വായിലേക്ക് പോകും മുമ്പേ ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അത് കടിച്ചെടുത്തതും ബൈക്കിൽ നിന്ന് ഞാനൊന്ന് ഉയർന്നുപോയി. എന്തോ ആ നാവിൻ്റെ സ്പർശനം അറിഞ്ഞതും പൂമ്പാറ്റകൾ വയറ്റിൽ വട്ടമിട്ട് പറക്കും പോലെ ഞാൻ എന്നെ ഒന്ന് നുള്ളി നോവിച്ചു. എടി പൊട്ടി, ഇത് ആദി നിന്റെ ചേച്ചി കെട്ടാൻ പോകുന്നവൻ, നിന്നെ കുഞ്ഞുനാൾ മുതൽ എടുത്ത് തോളിൽ തൂക്കി കൊണ്ടുനടന്നവൻ, നീ ആയിട്ട് തല്ലു പിടിക്കുന്നവൻ, നിന്റെ ആദി. അവൻ നിന്റെ അമ്മൂനെ അനുവിനെ വിളിക്കുന്ന പോലെ പൊന്നേന്നാ വിളിക്കുന്നത്. പൊന്നെ ഓർത്തുകൊണ്ട് നിന്നോ പെട്ടെന്ന് ആദ്യമായിട്ടെൻ്റെ വിളി വന്നു. ഞാൻ ആ മുഖത്തേക്ക് നോക്കി. നിനക്ക് വല്ലതും വേണോ? എന്ത്? ഞാൻ കണ്ണു പിടിച്ചു. കഴിക്കാൻ വല്ലതും വേണോന്ന്? അതല്ല ഇപ്പൊ കഴിച്ച്. വയറ് നിറഞ്ഞോ നിന്റെ? ആ നിറഞ്ഞല്ലോ. നമുക്ക് പോവാം, വീണ്ടും മഴ വരുന്നു ആദി. പൊന്നെ നീ എന്താണെങ്കിൽ മെലിഞ്ഞു പോയത്? നിനക്കാരും ഒന്നും തിന്നാൻ തരുന്നില്ലേ? അതെന്തെങ്കിലും ടെൻഷനുണ്ടോ? ഞാൻ ആ കണ്ണുകളിലേക്ക് നോക്കി. പാവം, അനുവിനെയും അമ്മുവിനെയും പോലെ എന്നെ കൊഞ്ചിക്കുക. ആ മനുഷ്യനെ ഞാൻ പോവാം. ഞാൻ യാന്ത്രികമായി തലയാട്ടി. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. വല്ലാത്തൊരു കുറ്റബോധം മനസ്സിനെ കാർന്നു നിന്നു. ഞാൻ അല്പം ഡിസ്റ്റൻസ് ഇട്ടിരുന്നു. മഴയിലേക്ക് ഞാൻ മുഖമുയർത്തി പിടിച്ചു. എൻ്റെ കണ്ണുനീർ മറക്കാനായി.